1980കളുടെ അവസാനത്തിൽ ന്യൂ ഇംഗ്ലണ്ടിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു ടീനേജുകാരനായ ആൺകുട്ടിയുടെ കുറ്റകൃത്യത്തിന്റെ കഥ പറയുന്ന തികച്ചും വിചിത്രമായൊരു കേസ്. തന്റെ ഇരയെ വേട്ടയാടാൻ അവൻ നടത്തിയ നീക്കങ്ങൾ ഒരു നഗര ഇതിഹാസമായി മാറി. ഇത് ഡാനിയൽ ലാപ്ലാന്റ് എന്ന ടീനേജുകാരന്റെ കൊടും ക്രൂരതയുടെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവ കഥയാണ്. So today we will be exploring the terrifying true story of Daniel Laplante with my channel Mystery Busters. ഈ കഥ ആരംഭിക്കുന്നത് 1986-ലാണ്. അന്ന് മസാച്യുസെറ്റ്സിലെ പെപ്പറൽ എന്ന ടൗണിൽ താമസിച്ചിരുന്ന ഫ്രാങ്ക് ബോവൻ, അദ്ദേഹത്തിന്റെ മക്കളായ 15 വയസ്സുള്ള ടീന, 9 വയസ്സുള്ള കാരൻ അവരുടെ ജീവിതത്തിലെ ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഫ്രാങ്കിന്റെ ഭാര്യയും കുട്ടികളുടെ അമ്മയുമായ വീട്ടമ്മയുടെ ക്യാൻസർ ബാധിതയെ തുടർന്നുണ്ടായ മരണം അവരുടെ ജീവിതത്തെ തകിടം മറിച്ചു. വീട്ടമ്മയോടൊപ്പം തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനം കുടുംബത്തിന്റെ ചിലവുകൾ വഹിക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തോടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ താറുമാറായി. ഈ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് കുടുംബത്തെ കരകയറ്റാനായി ഫ്രാങ്ക് ജോലി സ്ഥലത്ത് രാത്രി സമയങ്ങളിൽ കൂടി ജോലി ചെയ്യാൻ തുടങ്ങി. അർദ്ധരാത്രി ഫ്രാങ്ക് ജോലി കഴിഞ്ഞ് വരുന്നതുവരെ പെൺകുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഈ ഒരു അവസ്ഥ പെൺകുട്ടികളെ സംബന്ധിച്ച് വേദനാജനകമായിരുന്നു. അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സിലെ വിഷമത്തെ ഇരട്ടിയാക്കി. അങ്ങനെ ഒരു രാത്രിയിൽ പെൺകുട്ടികൾ മാത്രമുള്ള നേരത്ത് അവർക്ക് തങ്ങളുടെ അമ്മയില്ലാത്തതിന്റെ വിഷമം വല്ലാതെ അനുഭവപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് അവർക്ക് അമ്മയെ കാണണമെന്നും അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ അതിനെന്താണ് ഒരു മാർഗം എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്നത് ഓജോ ബോർഡിനെ കുറിച്ചായിരുന്നു. പിന്നെ ഒട്ടും സമയം കളയാതെ രണ്ടുപേരും തങ്ങളുടെ കൈവശമുള്ള ഓജോ ബോർഡും എടുത്ത് നേരെ ബേസ്മെന്റിലേക്ക് പോയി. ബേസ്മെന്റിൽ എത്തിയുടൻ തന്നെ ഓജോ ബോർഡ് നിലത്ത് വെച്ച് അതിലെ പ്ലാഞ്ചറ്റിൽ കൈവച്ച് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അമ്മേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടോ? എന്നാൽ അതിന് മറുപടിയായി ഒന്നും തന്നെ സംഭവിച്ചില്ല. അവർ പ്രതികരണത്തിനായി കാത്തിരുന്നു. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. അവർ വീണ്ടും പ്ലാഞ്ചറ്റിൽ കൈവച്ചു. അമ്മേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് നീക്കി കാണിക്കാമോ? നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നൊന്ന് കാണിച്ചു തരുമോ? അപ്പോഴും പ്രതികരണം ഒന്നും ഉണ്ടായില്ല. അവർ പരാജയം സമ്മതിക്കാതെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഓജോ ബോർഡിൽ അനക്കമൊന്നും ഉണ്ടായില്ല. ക്രമേണ അവർക്ക് നിരാശ തോന്നി തുടങ്ങി. ഒടുവിൽ അവർ തങ്ങളുടെ പരീക്ഷണം ഉപേക്ഷിച്ച് ഓജോ ബോർഡും എടുത്ത് 2ാം നിലയിലുള്ള അവരവരുടെ മുറികളിലേക്ക് പോയി. ആകെ നിശബ്ദതയും ഇരുട്ടും നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു അത്. പെൺകുട്ടികൾ മുറിയിൽ പോയി ഉറങ്ങാൻ കിടന്നു. അങ്ങനെ സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ടാപ്പ് 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 എന്നൊരു ടാപ്പിംഗ് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് പെൺകുട്ടികൾ രണ്ടുപേരും ഞെട്ടിയുണർന്നു. മരത്തിന്റെ ശിഖരങ്ങൾ വീടിന്റെ ഭിത്തിയിൽ തട്ടുന്ന ശബ്ദമാണെന്ന് കരുതി അവർ വീണ്ടും കിടന്നു. എന്നാൽ വീണ്ടും ആ ശബ്ദം നിർത്താതെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു സാധാരണ ശബ്ദമല്ലെന്ന് കരുതിയ ഇളയ പെൺകുട്ടിയായ കാരൻ തന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് മുറിക്ക് പുറത്തിറങ്ങി. ഇരുണ്ട ഇടനാഴിയിലൂടെ നടന്ന് ടീനയുടെ മുറിയിലേക്ക് പോയി. ടീനയുടെ മുറിയിലെത്തിയപ്പോൾ ടീന ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. കാരൻ ടീനയുടെ അടുത്തെത്തി അവളോട് ചോദിച്ചു, നീ ആ ശബ്ദം കേട്ടിരുന്നോ? ഇത് കേട്ട ടീന, ഞാൻ കേട്ടിരുന്നു. പക്ഷേ എന്താണ് ആ ശബ്ദം? ഉടനെ തന്നെ രണ്ടുപേരും കൂടി ആ ശബ്ദം എന്താണെന്നറിയാൻ ഇരുണ്ട ഇടനാഴിയിലൂടെ 2ാം നിലയുടെ സ്റ്റെയറിന്റെ അടുത്തെത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കി. എന്നാൽ ഇരുട്ട് കാരണം താഴത്തെ നില അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം എന്താണ് ആ ശബ്ദമെന്ന് ചോദിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവരുടെ മനസ്സിനൊരു സംശയമുണ്ടായി. ഒരുപക്ഷെ ഈ ശബ്ദമുണ്ടാക്കുന്നത് അമ്മയാണെങ്കിലോ? ഓജോ ബോർഡ് കൊണ്ട് നടത്തിയ പരീക്ഷണം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അമ്മ തന്നെയായിരിക്കും. ഈ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ പെൺകുട്ടികൾക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു പെൺകുട്ടി ആവേശത്തോടെ താഴത്തെ നിലയിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, അമ്മേ, നിങ്ങൾ അവിടെയുണ്ടോ? അതിന് മറുപടി എന്ന പോലെ ടാപ്പിംഗ് ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. ഇത് കേട്ട പെൺകുട്ടി വീണ്ടും ചോദിച്ചു, അമ്മേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊരടയാളം കൂടി കാണിച്ചു തരുമോ? അപ്പോഴും മറുപടിയായി ടാപ്പിംഗ് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇത് കേട്ട പെൺകുട്ടികൾക്ക് ഉറപ്പായി അത് 100% തങ്ങളുടെ അമ്മ തന്നെയാണെന്ന്. അവർ പടിയിലൂടെ പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. വീണ്ടും അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും മറുപടി ടാപ്പിംഗ് ശബ്ദം തന്നെയായിരുന്നു. അവർ താഴത്തെ നിലയിലെത്തിയപ്പോൾ ആ ശബ്ദം വരുന്നത് ബേസ്മെന്റിൽ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ രണ്ടുപേരും ബേസ്മെന്റിലേക്കുള്ള വാതിൽ തുറന്ന് താഴേക്ക് നോക്കി പഴയതുപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴും മറുപടി ടാപ്പിംഗ് ശബ്ദം തന്നെയായിരുന്നു. സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടാപ്പിംഗ് ശബ്ദം നിന്നു. അവർ വീണ്ടും ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി വന്നില്ല. താഴെ ഇറങ്ങി നോക്കാമെന്ന് വെച്ചാൽ ഇരുട്ടത്ത് ബേസ്മെന്റിൽ പോകാൻ അവർക്ക് ധൈര്യം വന്നില്ല. പിന്നെ അധികം നേരം അവർ അവിടെ നിന്നില്ല.
തങ്ങളുടെ അമ്മയോട് സംസാരിച്ചെന്നുള്ള സന്തോഷത്തിൽ നേരെ ഉറങ്ങാൻ പോകാതെ അടുക്കളയിൽ പോയി തങ്ങളുടെ അച്ഛന്റെ വരവും കാത്തിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രി അടുക്കാറായപ്പോൾ ഫ്രാങ്ക് തന്റെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. നോക്കുമ്പോൾ പെൺകുട്ടികൾ രണ്ടുപേരും ഉറങ്ങാതെ അടുക്കളയിൽ ഇരിക്കുന്നത് കണ്ട് അയാൾ അത്ഭുതത്തോടെ എന്താണ് കാര്യമെന്ന് തിരക്കി. ഉടനെ തന്നെ പെൺകുട്ടികൾ സന്തോഷത്തോടെ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫ്രാങ്കിനോട് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കേട്ട ഫ്രാങ്കിന് പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം വന്നില്ല. കാരണം ആ സമയത്ത് അവരുടെ അമ്മയുടെ മരണം അവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന അവസരമായതിനാൽ അവർക്ക് എന്ത് വേണമെങ്കിലും തോന്നാമെന്ന ചിന്ത അയാൾക്കുണ്ടായി. അതിനാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അയാൾ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അമ്മ അവരുടെ ഒപ്പം തന്നെയുണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഇത് കേട്ട പെൺകുട്ടികൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അവർ അച്ഛനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് സന്തോഷത്തോടെ ഉറങ്ങാനായി പോയി. അയാളും അതിനെപ്പറ്റി അധികമൊന്നും ചിന്തിക്കാതെ മുറിയിൽ പോയി ഉറങ്ങാൻ കിടന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഈ ടാപ്പിംഗ് ശബ്ദം അധികമായി കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദം അവരെ അസ്വസ്ഥരാക്കി. കാരണം നേരത്തെ ബേസ്മെന്റിൽ നിന്ന് മാത്രം കേട്ട ശബ്ദം ഇപ്പോൾ വീടിന്റെ പല ദിശകളിൽ നിന്നും വരാൻ തുടങ്ങിയിരുന്നു. പെൺകുട്ടികൾ മാത്രം വീട്ടിലുള്ളപ്പോഴായിരുന്നു ഈ ശബ്ദം അധികമായി കേട്ടിരുന്നത്. ഫ്രാങ്കിനോട് ഈ ശബ്ദത്തിനെ പറ്റി പറയുമ്പോഴെല്ലാം ഇതെല്ലാം പെൺകുട്ടികൾ കാണിക്കുന്ന ഓരോ കുസൃതി തരങ്ങളാണെന്ന് കരുതി അയാൾ ഇതൊന്നും കാര്യമായി എടുത്തില്ല. എന്നാൽ രാത്രി സമയങ്ങളിലെ ഈ ശബ്ദം കാരണം പെൺകുട്ടികൾക്ക് ഉറക്കം പോലും നഷ്ടമായി. തങ്ങളെ ശല്യം ചെയ്യുന്ന ഈ ശബ്ദം ഒരിക്കലും തങ്ങളുടെ അമ്മയുടേതല്ലെന്ന് അവർക്ക് മനസ്സിലായി. ക്രമേണ അവർ ഈ ശബ്ദത്തെ ഭയപ്പെടാൻ തുടങ്ങി. ടാപ്പിംഗ് ശബ്ദത്തെക്കുറിച്ച് ഫ്രാങ്കിനോട് പറയുമ്പോഴെല്ലാം അയാൾ മുറിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ അവരുടെ തോന്നലാണെന്ന് പറഞ്ഞ് മടങ്ങി പോകുമായിരുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ തുടരെ പറയാൻ തുടങ്ങിയപ്പോൾ തന്റെ പെൺകുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് ഭയന്ന് അയാൾ പെൺകുട്ടികളെ ഒരു രാത്രി അടുത്ത് വിളിച്ചിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിലും ഇതുപോലുള്ള ശബ്ദമൊന്നും ഉണ്ടാക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേട്ട പെൺകുട്ടികൾക്ക് തങ്ങൾ പറയുന്ന കാര്യത്തിൽ അച്ഛന് ഒട്ടും തന്നെ വിശ്വാസമില്ലെന്നോർത്ത് വളരെ സങ്കടമുണ്ടായി. ആ ശബ്ദം കേട്ടതാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഫ്രാങ്ക് അതൊന്നും കേൾക്കാൻ തന്നെ കൂട്ടാക്കിയില്ല. പെൺകുട്ടികൾ അവർ ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയാണെന്ന് കരുതി വിളിച്ചു വരുത്തിയത് ഏത് ദുഷ്ടശക്തിയാണെന്നും ആ ശക്തി വീടിന്റെ സ്വസ്ഥത ഇല്ലാതാകുകയാണെന്നും അവർ തങ്ങൾക്കാവും വിധം ഫ്രാങ്കിനോടും പറഞ്ഞു. പക്ഷെ ഇത് കേട്ട ഫ്രാങ്ക് ദേഷ്യത്തോടെ ഇതൊക്കെ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ അവരുടെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പറയുന്ന കാര്യം അച്ഛൻ വിശ്വസിക്കാത്തതിൽ അവർക്ക് ദേഷ്യം വരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു അവർ രാത്രി സമയങ്ങളിൽ കേട്ട ശബ്ദം സത്യമായിരുന്നെന്ന്. ഒടുവിൽ ഫ്രാങ്കും പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടായി. ഇങ്ങനെ ആശയക്കുഴപ്പത്തിലൂടെയും സ്വസ്ഥതയില്ലായ്മയിലൂടെയും അവരുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പെൺകുട്ടികൾക്ക് പേടിയാവാൻ തുടങ്ങി. അതിനാൽ ഫ്രാങ്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ അവർ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് കൂട്ടുകാരികളുടെ വീട്ടിൽ പോയി ഇരിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ കേട്ട ഫ്രാങ്കിന് തന്റെ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ തകരാറിലാവുമോ എന്നൊരു ആശങ്കയുണ്ടായി. അയാൾ വീണ്ടും തന്റെ പെൺകുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി. ഈ മിഥ്യാധാരണയെല്ലാം മനസ്സിൽ നിന്ന് പാടെ മാറ്റിയില്ലെങ്കിൽ അവരെ രണ്ടുപേരെയും കൗൺസിലിംഗിന് കൊണ്ടുപോകുമെന്നൊരു താക്കീതും കൊടുത്തു. ഇത് കേട്ട പെൺകുട്ടികൾ ആകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ ഒരു രാത്രിയിൽ പെൺകുട്ടികൾക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ ആ ദിവസം വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും നിൽക്കാമെന്ന് അവർ കരുതി. രണ്ടുപേര് നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ഇരുന്നു. കുറച്ച് സമയങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാതെ കടന്നുപോയി. പെട്ടെന്ന് അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ടാപ്പിംഗ് ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. എന്നാൽ മൂത്ത കുട്ടിയായ ടീന ഈ ശബ്ദം കേട്ട് തങ്ങളുടെ അച്ഛൻ പോലും തങ്ങളെ അവിശ്വസിക്കുന്ന നിലയ്ക്ക് ഈ ശബ്ദം എന്താണെന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നു. അത് തന്റെ അനിയത്തിയോട് പറഞ്ഞ് നേരെ ബേസ്മെന്റിലേക്ക് പോകുന്നു. ഇത് കണ്ട കാരൻ വല്ലാതെ ഭയന്നിട്ടും ടീനെ ഒറ്റയ്ക്ക് വിടില്ല എന്ന മനസ്സിലുറപ്പിച്ച് അടുക്കളയിൽ നിന്നൊരു കത്തിയും എടുത്ത് നേരെ ടീനയുടെ പിറകെ പോയി. അവർ രണ്ടുപേരും ബേസ്മെന്റിലേക്കുള്ള വാതിൽ തുറന്നു പതുക്കെ താഴേക്കിറങ്ങി. ബേസ്മെന്റിലെത്തിയപ്പോൾ അവിടെ ഒരു വാഷിംഗ് മെഷീനും ഡ്രയറും കുറെ പെട്ടികളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവിടെയാകെ ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് തിരയാൻ തുടങ്ങി. എന്നാൽ എത്ര തിരിഞ്ഞിട്ടും ഒന്നും തന്നെ കണ്ടില്ല. ഒടുവിൽ രണ്ടുപേരും നിരാശയുടെ മുകളിലേക്ക് പോകാനായി ബേസ്മെന്റിന്റെ പടികൾ കയറിയപ്പോൾ ബേസ്മെന്റിന്റെ ഭിത്തിയിലായി ചുവന്ന അക്ഷരത്തിൽ എന്തോ എഴുതിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അത് രക്തം കൊണ്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നും. അതിൽ എഴുതിയിരുന്നത്, ഞാൻ നിങ്ങളുടെ അലമാരയിലുണ്ട്, എന്നെ ഒന്ന് കണ്ടുപിടിക്കൂ. ഇത് വായിച്ചതും പെൺകുട്ടികൾ ഭയന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. അവർ രണ്ടുപേരും നേരെ പോയത് അയൽ വീട്ടിലേക്കായിരുന്നു. അവർ കതക് തട്ടി വിളിക്കാൻ തുടങ്ങി. അവരുടെ ഒച്ച കേട്ട് അയൽക്കാരൻ കതക് തുറന്നു. അയാൾ പേടിച്ചറിണ്ട പെൺകുട്ടികളോട് എന്താണ് കാര്യമെന്ന് തിരക്കി. ഭയം കൊണ്ട് അവർ പറഞ്ഞ കാര്യം വ്യക്തമായി അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
എങ്കിലും അയാൾ രണ്ടുപേരെ അകത്ത് വിളിച്ചിരുത്തി ഫ്രാങ്ക് വരുന്നത് നോക്കിയിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രിയായപ്പോൾ ഫ്രാങ്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വരുന്നത് കണ്ട് അയാൾക്കാരൻ ഫ്രാങ്കിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. നടന്ന കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഫ്രാങ്ക് കുട്ടികളെ വിളിച്ച് കാര്യം തിരക്കി. അതിനുശേഷം അവരെ അയൽ വീട്ടിൽ തന്നെ ഇരുത്തി തന്റെ വീട്ടിൽ തിരച്ചിൽ നടത്താനായി വീട്ടിനുള്ളിലേക്ക് പോയി. ഫ്രാങ്ക് വീടിനകം മുഴുവൻ തിരക്കിയിട്ടും ഒന്നും തന്നെ കണ്ടെത്തിയില്ല. അയാൾ നേരെ ബേസ്മെന്റിലേക്ക് പോയി അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാൻ. അവിടെ എത്തിയ ഫ്രാങ്ക് ഭിത്തിയിൽ എഴുതിയത് എന്താണെന്ന് വായിച്ചു. എന്നാൽ അയാൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് എഴുതിയിരിക്കുന്നത് രക്തമല്ല, മറിച്ച് കെച്ചപ്പ് കൊണ്ടാണെന്ന് കണ്ടെത്തി. എങ്കിൽ ഇത് തീർച്ചയായും തങ്ങളുടെ പെൺകുട്ടികളുടെ പണി തന്നെയാണെന്ന് അയാൾ കരുതി. അയാൾ നേരെ അയൽ വീട്ടിലെത്തി പെൺകുട്ടികളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അയാൾ അവരെ ശകാരിച്ചില്ല, മറിച്ച് അവരോട് കൗൺസിലിങ്ങിന് പോകാൻ തയ്യാറാകാൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് പോകാൻ തയ്യാറായി. പിറ്റേന്ന് മുതൽ പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് പോയി തുടങ്ങി. എന്നാൽ അത്ഭുതമെന്ന പോലെ അതിനുശേഷം ആ വീട്ടിൽ ടാപ്പിംഗ് ശബ്ദങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. തികച്ചും ശാന്തപൂർണമായ അന്തരീക്ഷമായി മാറി അവിടെ. അങ്ങനെ പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് പോകാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചകൾ പിന്നിട്ടു. അങ്ങനെ 1986 ഡിസംബർ ആയപ്പോഴേക്ക് ഫ്രാങ്ക് പെൺകുട്ടികളുടെ സന്തോഷത്തിനായി അവരെ രണ്ടുപേരെയും അവരുടെ കൂട്ടുകാരിയായ കാതലിനെയും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോകുന്നു. എല്ലായിടത്തും ചുറ്റിക്കറങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നേരം വൈകി. വീടിന്റെ പുറത്താകെ നല്ല ഇരുട്ടായിരുന്നു. എന്നാൽ വീട്ടിനുള്ളിൽ ലൈറ്റ് ഉണ്ടെന്ന് കണ്ട ഫ്രാങ്ക് ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. ശരിയാണ്, ലൈറ്റ് ഓണായി കിടക്കുന്നു. ഉടൻ തന്നെ ഫ്രാങ്ക് സംശയത്തോടെ പെൺകുട്ടികളെ നോക്കുന്നു. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം പെൺകുട്ടികൾ തന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആര് എന്ന ചിന്തയിൽ ഫ്രാങ്ക് മുൻവാതിൽ തുറന്ന് അകത്ത് കയറി. നോക്കുമ്പോൾ ടിവിയും റേഡിയോയും എല്ലാം ഓണായി കിടക്കുന്നു. കസേരകളെല്ലാം അവിടെ ഇവിടെയായി മാറിക്കിടക്കുന്നു. ആദ്യം ഫ്രാങ്ക് ടിവി റേഡിയോ ഓഫാക്കി. ആരെങ്കിലും വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറിയോ എന്നറിയാൻ വീടാകെ തിരഞ്ഞു. പെൺകുട്ടികൾ അയാളോടൊപ്പം തന്നെയുണ്ടായി. അവർ എല്ലായിടത്തും നോക്കിയിട്ടും ഒന്നും തന്നെ കണ്ടെത്തിയില്ല. അവർ 4 പേര് നേരെ ബേസ്മെന്റിലേക്ക് പോയി. അവിടെയാകെ തിരഞ്ഞു, ഒന്നും തന്നെ ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ഫ്രാങ്കിന് മുൻവാതിലിനോട് ചേർന്ന് തുറക്കാത്ത ഒരു മുറിയെക്കുറിച്ച് ഓർമ്മ വന്നത്. അയാൾ പെൺകുട്ടികൾക്കൊപ്പം മുൻവശത്തെ മുറിയുടെ അടുത്തെത്തി. പതുക്കെ മുറിയുടെ വാതിൽ തുറന്നു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ ഫ്രാങ്ക് ആദ്യം കണ്ടത് ഭിത്തിയിൽ എഴുതിയിരുന്ന ഒരു വാക്കായിരുന്നു, മാരി മീ. ഇത് കണ്ട ഫ്രാങ്ക് പെൺകുട്ടികളോട് ആരാണ് ഇതെഴുതിയെന്ന് ചോദിച്ചു. എന്നാൽ പെൺകുട്ടികൾ അവരല്ല എന്ന അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു. ഇതൊക്കെ എന്താണ് ഈ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ഫ്രാങ്കിന്റെ പിറകിലുണ്ടായിരുന്ന അലമാരിയിൽ ഒരു അനക്കം കണ്ടു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു അലമാരിയിലേക്ക് നോക്കി. അലമാരിയുടെ വാതിൽ തുറന്നു കിടന്നിരുന്നു. അയാൾ സംശയത്തോടെ അലമാരിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടൊരു മനുഷ്യരൂപം അവരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. ഫ്രാങ്കിന്റെ ഭാര്യയുടെ ജാക്കറ്റ് ധരിച്ച് ജോക്കറിനെ പോലെ മുഖത്ത് മേക്കപ്പ് ചെയ്ത ആ രൂപത്തെ കണ്ട പെൺകുട്ടികൾ വല്ലാതെ ഭയന്നു. അവന്റെ കയ്യിൽ ഒരു കോടാലിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട ഫ്രാങ്ക് അയാൾ പെൺകുട്ടികളെ ആക്രമിക്കുമെന്ന് ഭയന്ന് അവരുടെ മുന്നിൽ കയറി നിൽക്കുന്നു. ഉടനെ തന്നെ അയാൾ ഫ്രാങ്കിനോടും പെൺകുട്ടികളോടും മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ആജ്ഞാപിക്കുന്നു. എന്നാൽ താൻ അവനെ എതിർത്താൽ കുട്ടികൾക്ക് ആപത്തുണ്ടാകുമെന്ന് ഭയന്ന് ഫ്രാങ്ക് പെൺകുട്ടികളെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്കുള്ള പടികൾ കയറി. അയാളും അവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. മുകളിലത്തെ നിലയിലെത്തിയതും ഫ്രാങ്ക് പെൺകുട്ടികളോടൊപ്പം ആദ്യം കണ്ട മുറിയിൽ കയറി കതകടിച്ചു. ഇത് കണ്ട അയാൾ ദേഷ്യത്തോടെ ഓടി വന്ന് കതകിൽ ഇടിക്കാൻ തുടങ്ങി. ഇത് കണ്ട മൂത്ത കുട്ടിയായ ടീന മുകളിലത്തെ മുറിയുടെ ജനാലയിലൂടെ പതുക്കെ പുറത്തിറങ്ങി. താഴേക്ക് ചാടി അവൾ അയൽക്കാരന്റെ വീട് ലക്ഷ്യമാക്കി ഇറങ്ങി ഓടി. അവളുടെ ശബ്ദം കേട്ട് അയൽക്കാരൻ വന്ന് വാതിൽ തുറന്നു. ടീന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. ഉടനെ തന്നെ അയാൾ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അവിടെ എത്തി. ടീന പോലീസിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ പോലീസ് ഏണി ഉപയോഗിച്ച് മുകളിലത്തെ നിലയിൽ നിന്ന് ഫ്രാങ്കിനെയും 2 പെൺകുട്ടികളെയും താഴെ ഇറക്കി. അവരോട് അയൽ വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് നേരെ വീടിനുള്ളിൽ കയറി പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. ഒടുവിൽ അവർ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ള സ്ലൈഡിംഗ് ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ അടുക്കള വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു കാണുമെന്ന് കരുതി അവർ തിരികെ എത്തി. കുറ്റവാളിയെ കണ്ടെത്തുന്നതുവരെ തൽക്കാലത്തേക്ക് മറ്റെവിടെയെങ്കിലും മാറി നിൽക്കാൻ ഫ്രാങ്കിനോട് പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന് 24 മണിക്കൂർ ഈ വീട് പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എന്നാൽ പട്ടണത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരാളെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫ്രാങ്ക് അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ എടുക്കാനായി വീട്ടിലേക്ക് തിരികെ വന്നു. എന്നാൽ ഫ്രാങ്ക് വീട്ടിലെത്തിയപ്പോൾ പുറത്തെങ്ങും ഒരു പോലീസിനെയും കണ്ടില്ല. ഫ്രാങ്ക് വീടിനടുത്തേക്ക് നടക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ ജനാലയുടെ അടുത്തായി ഒരു നിഴൽ രൂപം മാറുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു.
പോലീസായിരിക്കുമെന്ന് കരുതി അയാൾ അയൽ വീട്ടിലെത്തി പോലീസിന് ഫോൺ ചെയ്തു. എന്നാൽ ആ സമയത്ത് ഒരു പോലീസുകാരും ആ വീട്ടിലും പരിസരത്തുമില്ലെന്നുള്ള പോലീസിന്റെ മറുപടി ഫ്രാങ്കിനെ ഞെട്ടിച്ചു. പിന്നെ അകത്താരായിരിക്കും? അയാൾ പോലീസിനോട് താൻ കണ്ട രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അന്വേഷിക്കാനായി പോലീസ് പെട്ടെന്ന് തന്നെ അവിടെ എത്തി. പോലീസ് വീടിനകത്തേക്ക് കയറി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അങ്ങനെ അവർ ഓരോ മുറിയിൽ കയറി പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ ചീനയുടെ മുറിയിൽ കയറി നോക്കിയപ്പോൾ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കുടുംബ ഫോട്ടോയിൽ ടീനയുടെ നേരെ ആരോ കത്തി തറച്ചു വെച്ചിരിക്കുന്നു. കൂടാതെ അതിന്റെ താഴെയായി ടീന, ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു. ഇത് വായിച്ച പോലീസിന് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലായി. കൂടുതൽ പോലീസിനെ അവിടേക്ക് അന്വേഷണത്തിനായി വരാൻ ആവശ്യപ്പെട്ടു. പോലീസ് സംഘം അവിടെ എത്തി അന്വേഷണം തുടങ്ങി. കൂടുതൽ അന്വേഷണത്തിനായി 2 പോലീസുകാർ ബേസ്മെന്റിലേക്ക് പോയി. അവിടെ എത്തിയ പോലീസുകാരിൽ ഒരാൾ വാഷിംഗ് മെഷീനിൽ ചാരി നിന്നുകൊണ്ട് കേസിനെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് അവിടെ നിന്ന് തെന്നി മാറി. നോക്കുമ്പോൾ ഭിത്തിയിൽ ഒരു തുരങ്കം. ഇത് കണ്ട പോലീസുകാർ ഞെട്ടിപ്പോയി. അവർ ഉടനെ തന്നെ ആ തുരങ്കത്തിനുള്ളിലേക്ക് കയറി അന്വേഷിക്കാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തുരങ്കത്തിന്റെ ഒരു മൂലയിലായി തലകുനിച്ച് കയ്യിൽ ഒരു കോടാലിയുമായി ആരോ ഇരിക്കുന്നത് കണ്ട് പോലീസുകാർ അയാളെ സാഹസികമായി കീഴടക്കി. അവന്റെ പേര് ഡാനിയൽ ലാപ്ലാന്റ് എന്നായിരുന്നു. അവന് വെറും 15 വയസ്സായിരുന്നു പ്രായം. എങ്ങനെ അവൻ അവിടെ എത്തി? ആരാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആദ്യം ഡാനിയൽ ലാപ്ലാന്റ് ആരാണെന്നറിയണം. ഡാനിയലിന്റെ കുട്ടിക്കാലത്ത് തന്നെ അവന്റെ മാതാപിതാക്കൾ വിവാഹമോചിതരായിരുന്നു. അവന്റെ അമ്മ താമസിയാതെ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. ഡാനിയൽ തികച്ചും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. കൂടാതെ രണ്ടാനച്ഛന്റെ കയ്യിൽ നിന്ന് അവൻ നേരിട്ട ശാരീരിക ചൂഷണങ്ങളും മാനസിക പീഡനങ്ങളും അവന്റെ മനോനില തകരാറിലാക്കി. അവനെ ചികിത്സിച്ച മനോരോഗ വിദഗ്ധൻ അവന് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണെന്ന് കണ്ടെത്തി. മോഷണത്തിലൂടെ അവൻ പണം സമ്പാദിച്ചു. ആ പണം കൊണ്ട് അവൻ തോക്ക് വാങ്ങി. അവന്റെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങൾ ഒരു ഹോബിയായി വളർന്നു. അവനിലെ മനുഷ്യത്വം പാടെ നശിച്ചു തുടങ്ങിയിരുന്നു. അവൻ ടീനയോടൊപ്പം അവരുടെ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവന് ടീനയെ ഇഷ്ടമായിരുന്നു. അവൻ ടീനയെ ഫോണിലൂടെ ഒരിക്കൽ ഡേറ്റിങ്ങിന് വിളിക്കുന്നു. എന്നാൽ അവനെ നേരിട്ട് കണ്ടപ്പോൾ ടീനയ്ക്ക് അവനെ ഇഷ്ടമായില്ല. അവൾ അവന്റെ പ്രണയാഭ്യർത്ഥന പാടെ നിരസിച്ചു. ടീന ഈ കാര്യം മറന്നുപോകുകയും ചെയ്തു. എന്നാൽ ഡാനിയൽ മറന്നിരുന്നില്ല. അവനിലെ പ്രണയം പ്രതികാരമായി മാറിയിരുന്നു. അവൻ രഹസ്യമായി അവളെ പിന്തുടരാൻ തുടങ്ങി. ഒടുവിൽ അവളെ നിരീക്ഷിക്കുന്നതിനായി അവളുടെ വീട്ടിലെ ബേസ്മെന്റ് വരെ എത്തുന്ന ഒരു തുരങ്കം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ 6 മാസം വരെ അവൻ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികൾ തങ്ങളുടെ അമ്മയെ ഓജോ ബോർഡ് ഉപയോഗിച്ച് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവരുടെ അമ്മയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി അവരെ കേൾക്കാൻ വേണ്ടി ടാപ്പിംഗ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും ഒടുവിൽ അവൻ പോലീസ് പിടിയിലായി. അവനെതിരെ കോടതിയിൽ വിചാരണ നടന്നു. വിചാരണയ്ക്കൊടുവിൽ അവന് പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ 10 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ഒടുവിൽ 1987 ഡിസംബർ 1 ജാമ്യത്തിലിറങ്ങിയ ഡാനിയൽ നഴ്സറി സ്കൂൾ അധ്യാപികയും ഗർഭിണിയുമായ പ്രിസിലയുടെ വീട്ടിലേക്ക് കടന്നുകയറി. അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി. കൂടാതെ അവരുടെ മക്കളായ 7 വയസ്സുള്ള അബിഗേലിനെയും 5 വയസ്സുള്ള വില്യത്തിനെയും വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി. ഇവരെ ഒരു കാരണവുമില്ലാതെയായിരുന്നു അവൻ കൊലപ്പെടുത്തിയത്. കൊല കഴിഞ്ഞ് ഒളിവിൽ പോയ ഡാനിയലിനെ പോലീസ് അതിസാഹസികമായി പിടികൂടി. അവനെതിരെ പല വിചാരണകൾ നടന്നു. ഒടുവിൽ 45 വർഷങ്ങൾക്ക് ശേഷം അവന് നിരപരാധികളായ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ 3 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അവന്റെ കുത്തഴിഞ്ഞ ജീവിതം അവനെ ലോകത്തിലെ കൊടും കുറ്റവാളികളിൽ ഒരാളാക്കി മാറ്റി.